രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 8 പതിറ്റാണ്ടായി പിന്തുടർന്നു പോരുന്ന സമാധാന നയങ്ങളിൽ നിന്ന് ജപ്പാൻ പിന്നോട്ട് പോവുകയാണ്. അയൽരാജ്യമായ ചൈനയുടെ സൈനിക വളർച്ചയും റഷ്യയുടെ നീക്കങ്ങളും വടക്കൻ കൊറിയയുടെ ആണവ ഭീഷണിയും കണക്കിലെടുത്ത് പ്രതിരോധ സംവിധാനങ്ങൾ അടിമുടി പരിഷ്കരിക്കുകയാണ് ജപ്പാൻ. ഇതിൻ്റെ ഭാഗമായി DGPയുടെ 1% മാത്രം പ്രതിരോധത്തിനായി മാറ്റിയിരുന്ന ജപ്പാൻ 2% ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം ഇൻ്റലിജൻസ് ഏജൻസി, ആയുധ കയറ്റുമതി തുടങ്ങിയ നിരവധി മാറ്റങ്ങളാണ് ജപ്പാനിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ജോയ്സ് മാത്യു ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ജോയ്സെ, ജപ്പാൻ ഇത്രയും കാലം അമേരിക്കയായിരുന്നു ജപ്പാൻ്റെ സൈനികമായി സഹായങ്ങളെല്ലാം നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജപ്പാൻ സ്വയം ജപ്പാനോട് അമേരിക്ക ആവശ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ മിലിറ്ററിക്കുള്ള ഫണ്ട് അലോക്കേഷൻ കൂട്ടണം, ശതമാനം വർദ്ധിപ്പിക്കണം എന്നുള്ളത്. ജപ്പാൻ ഇപ്പോൾ ശതമാനങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് ഒരു ആയുധ ശക്തിയാകാനുള്ള നീക്കത്തിലാണോ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം റോബിൻ. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ആയുധ ശക്തി അല്ലെങ്കിൽ ആ ഒരു രംഗത്ത് പഴയ ഒരു രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ ഒരു ശക്തി പോലെ വളർന്നു വരുന്നതിൽ അതിനേക്കാൾ കൂടുതലും ജപ്പാന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റ് ചൈന പോലുള്ള രാജ്യങ്ങളിൽ, ചൈന, ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും സ്വന്തം രാജ്യത്തെയും ജനതയും സംരക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ജപ്പാൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ശരിക്കും അവരെക്കാൾ വെല്ലുന്ന തരത്തിലുള്ള ടെക്നോളജിയും ആയുധങ്ങളും വേണമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് റോബിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു ആയുധ ശക്തിയാകുന്നതിലേക്ക് ജപ്പാൻ കടക്കുകയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ശരിക്കും ജപ്പാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടെക്നോളജിയിലായാലും ശരി, എല്ലാവിധ സംവിധാനങ്ങളിലായാലും ശരി, ചൈനയോടൊപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പിൻബലം അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു സോഴ്സ് ജപ്പാന്റെ കയ്യിലുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഏത് ടെക്നോളജി ആയാലും ശരി, വാഹനങ്ങളായാലും ശരി, ഏത് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോകോത്തര കമ്പനികൾ നോക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാം ജപ്പാൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജപ്പാൻ നിർമ്മിത കമ്പനി അല്ലെങ്കിൽ ജപ്പാൻ നിർമ്മിത പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ചില വാഹനങ്ങളുടെ കമ്പനികൾ എടുക്കുകയാണെങ്കിൽ പോലും ജപ്പാൻ മെയ്ഡാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കാറുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ജപ്പാന് ഇതിനൊരു സോഴ്സ് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ ജപ്പാൻ ഇത്രയും കാലം ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു രംഗത്തേക്ക്, അല്ലെങ്കിൽ ഒരു ആയുധ കയറ്റുമതിയിലേക്കോ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്നതിലേക്കോ ഒന്നും വരാതെ ഇരുന്നതിൻ്റെ ഒരു കാരണം നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നടന്ന 2 ആണവായുധങ്ങൾ പ്രയോഗിച്ച ആ ഒരു നാട് എന്ന് പറയുന്നത് ഇപ്പോഴും ജപ്പാൻ തന്നെയാണ്. ജപ്പാനിൽ മാത്രമാണ് ഈ ആണവായുധങ്ങൾ പരീക്ഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണിത ഫലം നേരിട്ട് രുചിച്ചറിഞ്ഞ ഒരു ജനത എന്ന് പറയുന്നത് ജപ്പാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു രാജ്യവും അവിടുത്തെ 75% പേര് ഇപ്പോഴും ഈ ആണവായുധം വേണ്ട, അല്ലെങ്കിൽ ആണവായുധം നിർമ്മിക്കേണ്ട, അല്ലെങ്കിൽ ആണവായുധം മറ്റ് രാജ്യങ്ങളുടെ ആണവായുധം തങ്ങളുടെ ഭൂമിയിൽ സൂക്ഷിക്കാൻ പോലും അനുവദിക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിലേക്ക് നീങ്ങാനായ ഒരു കാരണം അത് തന്നെയാണ്. അതിൽ നിന്നുണ്ടായ ഒരു ദുരന്തം, ആ ആണവായുധവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ദുരന്തം, അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആക്രമണം, അതാണ് അവരെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 8 പതിറ്റാണ്ടായിട്ട് നിലനിന്നിരുന്ന ചില തീരുമാനങ്ങളിൽ നിന്നും ജപ്പാൻ ഇപ്പോൾ പിന്നോട്ട് പോവുകയാണ്. അതിന് ജപ്പാൻ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അയൽരാജ്യമായ ചൈനയുടെ സൈനിക വളർച്ചയും റഷ്യയുടെ നീക്കങ്ങളും വടക്കൻ കൊറിയയുടെ ആണവ ഭീഷണി കണക്കിലെടുത്തുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ അടിമുടി പരിഷ്കരിക്കുകയാണ് എന്നാണ് ജപ്പാൻ പറയുന്നത്. അത് സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ആണ് ഇപ്പോഴത്തെ ആ ഒരു നയമാറ്റത്തിലൂടെ ജപ്പാൻ നേടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ഈ 8 പതിറ്റാണ്ടുകളായിട്ട് GDPയുടെ ഒരു ഭാഗം മാത്രം, 1% മാത്രമാണ് പ്രതിരോധത്തിനായിട്ട്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിനായിട്ട് ജപ്പാൻ നീക്കി വെച്ചിരുന്നത്. ഇനി മുതൽ അത് 2% എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2% എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു തുകയായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു നീക്കിവയ്പായിട്ടോ നമ്മൾ കരുതേണ്ടതില്ല. ഈ 2% എന്നത് പ്രാവർത്തികമാകുന്നതോടുകൂടി, അത് 2027 പ്രാവർത്തികമാവുകയുള്ളൂ. അതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയുധത്തിനായിട്ട് ചെലവാക്കുന്ന
തുക ചിലവാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് ജപ്പാൻ എത്തും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഈ 2% എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു GDP-യുടെ 2% എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു തുകയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ലോക രാജ്യങ്ങൾക്കിടയിൽ 3-ാം സ്ഥാനത്തേക്ക് ജപ്പാനെ എത്തിക്കാനുള്ള ശേഷി ആ ഒരു ചെറിയ 2%-നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് ഈ GDP മാറ്റിവെക്കുന്നതും പ്രതിരോധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒപ്പം ഇപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസി, അതായത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസിയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഇൻ്റലിജൻസ് ഏജൻസി, അതുപോലെ ആയുധ കയറ്റുമതി തുടങ്ങിയ കാര്യങ്ങളിലാണ് വലിയൊരു മാറ്റം വരാൻ പോകുന്നത്. ആയുധ കയറ്റുമതി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. 70ഓളം രാജ്യങ്ങളുമായിട്ടാണ് ജപ്പാന്റെ ഒരു സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് വിലയിരുത്തുന്നത് ഒരു 70ഓളം രാജ്യങ്ങളാണ്. ഈ 70ഓളം രാജ്യങ്ങളിൽ ഇന്ത്യ മുൻപന്തിയിൽ തന്നെ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടുകൂടി ഇന്ത്യയുമായിട്ട് വലിയൊരു ആയുധ കരാറിലേക്ക് ജപ്പാൻ എത്തുകയാണ് എങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയായിരിക്കും നൽകുന്നത്. ചൈനയ്ക്ക് അത് വലിയൊരു ആഘാതമായിരിക്കും നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുമായിട്ട് ചൈനയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, ജപ്പാനുമായിട്ട് ചൈനയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. അതേ സ്ഥാനത്ത് ഈ ഇന്ത്യയും ജപ്പാനും തമ്മിൽ വലിയൊരു ആയുധ കരാറിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ആയുധ കൈമാറ്റത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു സഖ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത് ചൈനയ്ക്ക് വലിയൊരു ചങ്കിടുപ്പ് തന്നെയായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ, അതായത് ജപ്പാനുമായിട്ടുള്ള സൗഹൃദ രാജ്യങ്ങളൊക്കെ വലിയ ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശേഷിയിലേക്ക് ജപ്പാൻ എത്തുകയാണ് എങ്കിൽ കയറ്റുമതിയിലേക്ക്, അതായത് ആയുധം നിർമ്മിക്കുന്നു, കയറ്റുമതി ചെയ്യുന്നു, അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ജപ്പാൻ എത്തുകയാണ് എങ്കിൽ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സഖ്യം രൂപപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്, അതായത് 70 രാജ്യങ്ങളുമായിട്ട് സൗഹൃദമുണ്ട് എങ്കിൽ പോലും അതിലൊരു 17ഓളം രാജ്യങ്ങളുമായിട്ടാണ് ആയുധ കൈമാറ്റത്തിന്, ആയുധ കരാറിനും ഇപ്പോൾ ജപ്പാൻ ശ്രമിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ അതിനാണ് തയ്യാറെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇന്ത്യയുമുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയുടെ CIA മാതൃകയിലുള്ള കേന്ദ്രീകൃത ഇൻ്റലിജൻസ് ഏജൻസി രൂപീകരിക്കുന്നതിനായിട്ടുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി സനെ തകച്ചിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശരിക്കും ലോക രാജ്യങ്ങളിലെല്ലാം ഒരു ചാര ശൃംഖല രൂപപ്പെടുത്തുവാനുള്ള ഒരു നീക്കത്തിലേക്ക് ഒരുപക്ഷെ ജപ്പാനെ എത്തിക്കാനും, അതുപോലെ മൊസാദിനോടും അല്ലെങ്കിൽ അമേരിക്കയുടെ CIA പോലുള്ള വലിയ ഒരു ശൃംഖലയോടും ഒക്കെ കിടപിടിക്കുന്ന തരത്തിലേക്ക് അത്രയും വലിയ ഒരു ശൃംഖല നിർമ്മിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് ജപ്പാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. റോബിൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, അമേരിക്ക വളരെ ശക്തമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അമേരിക്കയുമായിട്ട് വളരെ ഒരു അടുപ്പത്തിലേക്ക് ഈ ജപ്പാൻ എത്തുന്നു. അപ്പോൾ ആ ജപ്പാന്റെ പിന്നിൽ, ജപ്പാന്റെ ഇതുപോലെയുള്ള ഒരു ടെക്നോളജി പരമായിട്ടും അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുമുള്ള നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ ഒരുപക്ഷെ അമേരിക്കയുടെ വലിയൊരു കൈത്താങ് ഉണ്ടാകാനും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയൊരു ഇടപെടൽ ഉണ്ടാക്കുവാനുമുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജപ്പാന്റെ പൗരന്മാരുടെയും സ്വന്തം സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു മാറ്റത്തിന് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. ഇനി 2027 ഈ നയങ്ങളൊക്കെ പ്രാവർത്തികമാവുകയാണ് എങ്കിൽ, അത് ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല, അത് 2027 പ്രാവർത്തികമാവുകയാണ് എങ്കിൽ അത് വലിയൊരു മാറ്റമായിരിക്കും മേഖലയിൽ വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്കും അത് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചതാണ്, ഇന്ത്യക്കും വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഇനി ചൈനയുടെ ഭാഗത്തു നിന്നായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നായാലും വലിയൊരു ആക്രമണമോ അല്ല എങ്കിൽ വലിയൊരു ഭീഷണിയോ നേരിടുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെയും ഒപ്പം, ഇസ്രായേൽ എന്ത് വില കൊടുത്തും ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലിൻ്റെ ഒപ്പം അത്രയും തന്നെ പവർഫുള്ളായിട്ട് ഇനി ജപ്പാനും ഉണ്ടാകുമെന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റോബിൻ, ജോയ്സ്, ഇനി നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും റോബിൻ, ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഒരു 13 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്രമണത്തിന് ശേഷം ഇന്ന് 17ാമത്തെ ദിവസമാണ്. ഈ 13 ദിവസത്തിന് ശേഷം ഇന്ന് വരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഇറാനിലേക്ക് നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ഈ ചർച്ചകൾ നടക്കുന്ന സമയത്തും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ നടക്കാത്ത സാഹചര്യത്തിലും ഇറാനിൽ നിന്നും
ഈ അയൽ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടക്കുന്നുണ്ട്, ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഗൾഫിൽ ഹോർമൂസ് കടലിടുക്ക് വഴി കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്, വാണിംഗ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ചില ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെങ്കിലും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാത്ത ചില ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ വളരെ മുന്നിട്ട് നിന്നുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുകയാണ്. അമേരിക്കയുടെ പക്ഷം ചേർന്ന് മാത്രമാണ് ചർച്ച നടക്കുന്നത്, ഇറാന്റെ പക്ഷം ചേർന്ന് ചർച്ച നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇറാൻ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇറാൻ പറയുന്നത് ചർച്ച എന്ന് പറയുന്നത് അമേരിക്ക മാത്രമാണ് നടത്തുന്നത്, അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമാണ് അവിടെ മുൻനിർത്തി ചർച്ച നടക്കുന്നത്, ഇറാനുമായിട്ട് യാതൊരുവിധ ചർച്ചയ്ക്കും ഇപ്പോൾ ചർച്ചയും നടക്കുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്തൊക്കെയായാലും ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിരുന്നു, നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണ് ഡൂംസ്ഡേ വിമാനം എന്ന് പറയുന്ന, ഡൂംസ്ഡേ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു വിമാനം. അത് റഷ്യ ഇറാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു, റഷ്യയുടെ ഒരു വിമാനം ഇറാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. അമേരിക്കയിൽ നിന്നുമുള്ള ഇന്ധന ടാങ്കർ വിമാനങ്ങളും ആയുധ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പുറമെ ഇന്നലെയൊക്കെ ആയിട്ട് നടന്ന ഒരു സംഭവമാണ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചിരിക്കുന്നു, അമേരിക്കയിൽ എത്തിയിരിക്കുന്നു. സൊഹ്റാൻ മംദാനി അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും നടക്കാതെ ശക്തമായിട്ടുള്ള പ്രതിരോധത്തിൽ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അമേരിക്കയിൽ എത്തിയിരിക്കുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, അമേരിക്കയിൽ എത്തിയിരിക്കുന്നു. അമേരിക്കയിൽ ഇപ്പോൾ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടക്കും എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തായിരിക്കും വരാൻ പോകുന്നത്, പശ്ചിമേഷ്യയിൽ എന്ത് നീക്കമായിരിക്കും നടക്കാൻ പോകുന്നത്, ചർച്ചയിൽ പ്രത്യേകിച്ച് ഫലമൊന്നും കണ്ടില്ല എങ്കിൽ അടങ്ങിയിരിക്കില്ല എന്ന് ട്രംപും അമേരിക്കയും പലവട്ടം ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും കൂടെ ട്രംപ് പറഞ്ഞതാണ്, ചർച്ചയിൽ ബലം കാണുന്നില്ല എങ്കിൽ ഇറാന്റെ അവസാനമാണ് എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വലുതെന്തോ വരാനിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും ഇപ്പോഴും ആവർത്തിക്കുകയാണ്. എന്താണ് പശ്ചിമേഷ്യയിൽ ഇനി വരാൻ പോകുന്നത് എന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് കണ്ടറിയുക തന്നെ വേണം റോബിൻ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനിരിക്കുന്നത്, ചെങ്കടലിലെ ബാബൽ മന്ദേബ് കടലിടുക്കിൽ ചരക്ക് ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ് ഹൂതി ഭീകരവാദികൾ എന്നാണ് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണവുമായിട്ട് സൗദി എത്തിയിരിക്കുകയാണ്. സൗദി ഈ ഹൂതികൾക്ക് നൽകുന്ന പിന്തുണ എത്രയും വേഗം പിൻവലിക്കണം, അല്ല എങ്കിൽ അവരെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലേക്ക് സൗദി നീങ്ങുമെന്നാണ് എന്ന രീതിയിൽ ഒരു പ്രസ്താവനയുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതികരണവുമായിട്ട് സൗദി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ പശ്ചിമേഷ്യയുടെ ഒരു പോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ പോലും മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അതുപോലെ ഹൂതികൾ പോലുള്ള തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി ഇറാൻ ആക്രമിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ മറ്റൊരു വലിയൊരു ആക്രമണം നടന്നിരിക്കുന്നത്, പക്ഷെ ആക്രമണം വളരെ ശക്തമായിട്ട് സൗദിക്ക് പ്രതിരോധിക്കാനായി. അതായത് ഇതുവരെ ഇറാഖിൽ നിന്നും ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് ഇറാഖിൽ നിന്നും ഒരു ആക്രമണം സൗദിക്ക് നേരെ, സൗദിയുടെ റിഫൈനറികൾ ലക്ഷ്യമിട്ട് വ്യക്തമായിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നതായിട്ട് സൗദി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ആക്രമണ മേഖല കൂടി ഇറാന്റെ പിന്തുണയിൽ തുറന്നിരിക്കുന്നു. സൗദിക്കെതിരെ ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഈ ആക്രമണം തുറന്നുവിട്ടിരിക്കുന്നത് എന്നാണ് സൗദി പറയുന്നത്. അവർക്കെതിരെയും സൗദി വളരെ വിമർശനകരമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇനിയും ആക്രമണം തുടർന്നാൽ ഇറാഖിൻ്റെ മേഖലകളിൽ കയറി അടിക്കുവാനുള്ള ധൈര്യം സൗദി കാണിക്കുമെന്നുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രതികരണം സൗദിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. ഇപ്പോൾ രംഗത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം നടത്തുന്നത് സൗദിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ അമേരിക്ക കുറച്ച് ദിവസങ്ങളായിട്ട് ആക്രമണങ്ങളൊന്നും നടത്താതിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ സൗദി വളരെ ശക്തമായിട്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ സാധിക്കും. അതുപോലെ
അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നെതന്യാഹു അമേരിക്കയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധങ്ങൾ അവിടുത്തെ പല ഗ്രൂപ്പുകളും പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് അമേരിക്കയുടെ തെരുവുകളിൽ ഇറാന്റെ സപ്പോർട്ടുള്ള ചില സംഘടനകളും ചില വ്യക്തികളും നെതന്യാഹുവിനെതിരെയും അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറുവശത്ത് നെതന്യാഹുവിനെയും അമേരിക്കൻ ഭരണകൂടത്തെയും ഇറാന്റെ പഴയ ഭരണകൂടത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാന്റെ പഴയ പതാകയും ഏന്തി ഇസ്രായേലിന്റെ അമേരിക്കയുടെയും പതാകയും ഏന്തി ഈ അമേരിക്കനെയും ഇസ്രായേലിനെയും ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെയും പിന്തുണച്ചുകൊണ്ടും വലിയ സപ്പോർട്ടുമായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഈ അവസരത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ജോയ്സെ, അതുപോലെ ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുന്ന നെതന്യാഹുവിൻ്റെ ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സമാധാനത്തിനായിരിക്കുമോ അതോ വീണ്ടും ഒരു ആക്രമണത്തിന് പദ്ധതി കോപ്പ് കൂട്ടാനുള്ളതായിരിക്കുമോ ഈ ചർച്ചകൾ? റോബിൻ, ഇപ്പോൾ ഒരു നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ, നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനി ഔദ്യോഗികമായിട്ട് പുറത്തേക്ക് വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ഒരു വിലയിരുത്തൽ എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് ഇറാൻ പറയുമ്പോഴും ഇറാൻ പറയുന്നത് ഇറാന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വശത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്, ഇപ്പോഴത്തെ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച വിലയിരുത്തുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പോകുന്നില്ല, അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. പശ്ചിമേഷ്യയിലെ ഒരു സമാധാനം മുന്നോട്ട് കൊണ്ടുവരാൻ ഇറാൻ മുന്നോട്ട് പോകുവാൻ യാതൊരു വിധത്തിലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചർച്ച നടക്കുമ്പോഴും ഇപ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഇല്ലാത്ത ഈ സമയത്ത് പോലും ഇറാന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ ഒരു ആവശ്യം, അതായത് ഇറാൻ ഉദ്ദേശിക്കുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം എന്നൊരു സാധനം വേണ്ട എന്ന് തന്നെയാണ്. അതാണ് ഇപ്പോഴും ആക്രമണം നടക്കുമ്പോൾ പ്രത്യാക്രമണം നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്ത ഒരു സമയത്ത് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം നടക്കുന്നില്ല, ചർച്ചകൾ നടക്കുന്ന സമയത്ത് പോലും ഇറാന്റെ ഭാഗത്തു നിന്നും മിലിഷ്യ ഗ്രൂപ്പുകളെ മുൻനിർത്തി ഇതുപോലെയുള്ള അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളെ മുൻനിർത്തി ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഇറാന്റെ വ്യക്തമായ പദ്ധതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പശ്ചിമേഷ്യയിൽ സമാധാനമല്ല ഇറാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ഒരു ആധിപത്യമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിലൂടെ പരിഹാരം കാണാനുള്ള സാധ്യത അപ്പോൾ തന്നെ അവിടെ കുറവാണ്. സാധ്യത കാണാനുള്ളൊരു അല്ലെങ്കിൽ പരിഹാരം കാണാനുള്ളൊരു സാധ്യത അവിടെ ഒരു കുറവാണ്, ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള ഒരു കനത്ത ആക്രമണമായിരിക്കും, ഇതുവരെ ലോകം കാണാത്ത തരത്തിലുള്ള ഒരു കനത്ത ആക്രമണമായിരിക്കും ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് അഴിച്ചുവിടാനായിട്ട് ഇരിക്കുന്നത് ഒരുപക്ഷെ ഒരു സാധ്യതയാണ്. അതായത് നിക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗമില്ല. അതായത് ഈ ഹോർമൂസ് കടലെടുക്കും ചെങ്കടലും ഒക്കെ അടയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സൗദിയുടെ റിഫൈനറികൾ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും ഇസ്രായേലിന് സ്വന്തം പൗരന്മാരെയും സ്വന്തം നാടിനെയും സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഹോർമൂസിലൂടെ ചരക്കുകൾ കടത്തിക്കൊണ്ടു പോകാൻ ഖത്തറും UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അതിനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് പിന്നുള്ളൊരു വഴി. അതിനായിട്ട് ഒരു പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഇറാനിലേക്ക് അഴിച്ചുവിടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഒരുപക്ഷെ സിറിയയും ഇസ്രായേലുമായിട്ട് ഇപ്പോൾ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ സിറിയ അൽഷാര ഇപ്പോൾ ട്രംപുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇരിപ്പുവശമാണ് ഉള്ളത്, അമേരിക്കയുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണുള്ളത്. അതുപോലെ തന്നെ ലെബനൻ ആയാലും ശരി, ഇസ്രായേലുമായിട്ടും അതുപോലെ അമേരിക്കയുമായിട്ട് വളരെ നല്ലൊരു രീതിയിൽ നീങ്ങുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഹിസ്ബുള്ള അതിനെ സമ്മതിക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം എല്ലാം നോക്കുമ്പോൾ ഒരുപക്ഷെ ഇനി ഒരു കനത്ത ആക്രമണം, ഇനി ഈ ചർച്ചയിലൂടെ പരിഹാരം കാണാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ വലിയൊരു കനത്ത ഒരു ആക്രമണത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു യുദ്ധം വരികയാണെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് യുദ്ധങ്ങൾ പോയേക്കാം. അത് കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് പങ്കെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. പ്രത്യേകിച്ച് ബ്രിട്ടൻ ഈയിടെ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടന്റെ ബേസുകൾ അമേരിക്കയ്ക്ക് ഇറാനെതിരെ ആക്രമണത്തിനായിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചൈന ആയാലും ശരി, ഈ റഷ്യ ആയാലും ശരി,
പ്രത്യക്ഷത്തിൽ യുദ്ധത്തിലേക്ക് കടന്നില്ല എങ്കിലും എല്ലാവിധ സാങ്കേതിക വിദ്യകളും കൊടുത്തുകൊണ്ട് പിന്നാമ്പുറത്തുണ്ട് എന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം, അതുപോലെ ഉക്രൈൻ്റെ ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം റഷ്യയാണ് ഈ അമേരിക്കയുടെ ബേസുകളെല്ലാം ഈ ഇറാന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റൂട്ട് മാപ്പിംഗ് ഒക്കെ നടത്തി കൊടുക്കുന്നത് റഷ്യയാണ്, റഷ്യയുടെ സംവിധാനങ്ങളാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം കൂട്ടിവെച്ച് വായിക്കുമ്പോൾ പശ്ചിമേഷ്യ അത് വലിയൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്ന് തന്നെ വേണം നമ്മൾ ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട്. അതുപോലെ ഉക്രൈനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ, ഉക്രൈനെതിരെ ഒരു വാർണിംഗ് നൽകുന്ന രീതിയിലേക്ക് അബ്ബാസ് അരാക്ചിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു. ഉക്രൈനെ ആക്രമിക്കും, അതായത് ഉക്രൈൻ ഒരു കപ്പൽ ആക്രമിച്ചു, അതിന് പകരം ഉക്രൈനെതിരെ കനത്ത ആക്രമണം നടത്തുമെന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഉക്രൈൻ പറയുന്നത് ഇറാനിൽ നിന്നും ഡ്രോണുകൾ വഹിച്ചുകൊണ്ട് റഷ്യയിലേക്ക് പോയ കപ്പലാണ് ആക്രമിച്ചത് എന്നാണ് ഈ ഉക്രൈൻ പറയുന്നത്. ആ ഒരു റിപ്പോർട്ടുകളാണ് ഉക്രൈൻ പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ രാജ്യങ്ങൾ ഏറ്റെടുക്കാനൊരു സാധ്യതയുണ്ട്. ഈ ഒരു ചർച്ച മുന്നോട്ട് പോവുകയല്ല, സമാധാനം മുന്നോട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയുടെ ഗതി എന്താകുമെന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജോയ്സെ, മറ്റൊരു വാർത്ത കൂടി വരുന്നത്, ഇപ്പോൾ വ്ളാദിമിർ സെലൻസ്കി ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തി, അതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായിരിക്കാം ചർച്ചകൾ നടക്കുക എന്നാണ് നമുക്ക് തോന്നുന്നത്? ഇപ്പം നമ്മൾ ഇറാൻ മുകളിലേക്ക് ഉക്രൈൻ ആക്രമണം നടത്തിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടെ പറയാം. വ്ളാഡിമിർ സെലൻസ്കി അദ്ദേഹം ബ്രിട്ടനും സന്ദർശിച്ചിരുന്നു. ബ്രിട്ടൻ സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ റോബിൻ സൂചിപ്പിച്ച പോലെ ഈ ഒരു കൂടിക്കാഴ്ച അതിൽ നെതന്യാഹുമുണ്ട്, അതുപോലെ ട്രംപ്, വ്ളാഡിമിർ സെലൻസ്കി, ഈ യുദ്ധം നടക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുന്നു. അതൊരു വലിയൊരു കൂടിക്കാഴ്ചയിലേക്ക് കടക്കുകയാണ്. വ്ളാഡിമിർ സെലൻസ്കി അദ്ദേഹത്തിൻ്റെ പരാമർശം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതായത് ഇറാനാണ് ഉക്രൈനെ ആക്രമിക്കാനുള്ള ഡ്രോണുകൾ റഷ്യക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇറാനാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിനുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടാണ് വ്ളാഡിമിർ സെലൻസ്കി പുറത്തുവിട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അതായത് റഷ്യക്ക് ഉക്രൈനെ ആക്രമിക്കുവാനുള്ള സഹായം നൽകുന്നത് ഇറാനാണ്. ആ സഹായവുമായി എത്തിയ ഡ്രോണുകൾ ആയി എത്തിയ കപ്പലാണ് ഉക്രൈൻ ആക്രമിച്ചത്. അത് ഉക്രൈൻ്റെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് റോബിൻ. അതായത് ഈ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അത് ചെറിയൊരു രാജ്യമാണെങ്കിൽ പോലും ഒറ്റ രാത്രി കൊണ്ട് കീവ് അടക്കം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കീവ് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലേക്ക് ആണ് ഇപ്പോൾ റഷ്യ യുദ്ധം തുടങ്ങി വെച്ചത്. അതാണ് ഇപ്പോൾ 4 വർഷത്തോളമായി നീളുന്നത് എന്നാണ് നമുക്കറിയാം. പക്ഷേ ഉക്രൈൻ്റെ ഒരു ഇൻ്റലിജൻസ് സംവിധാനം, അല്ലെങ്കിൽ ഉക്രൈൻ്റെ ഒരു നിരീക്ഷണ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ വ്യക്തമായിട്ടൊരു ചർച്ച നടത്തിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഉക്രൈൻ എവിടെ വരെ, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക്, ഏതൊക്കെ കടലെടുക്കുകളിലേക്ക് ഈ ഒരു നിരീക്ഷണം വ്യാപിപ്പിക്കുന്നുണ്ട്, ഓരോ കപ്പലുകളും അത് ഏതൊക്കെ റൂട്ടിലൂടെ എന്തൊക്കെ വഹിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്ന് ഉക്രൈൻ വ്യക്തമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ വെച്ചിട്ട് ഒക്കെ ആയിരിക്കാം നിരീക്ഷിക്കുന്നതെങ്കിൽ പോലും ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്ന സമയത്ത് ഉക്രൈൻ്റെ കണ്ണുകൾ എവിടെയൊക്കെ തുറന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾക്കടക്കം ഉക്രൈൻ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ഈ ഇറാൻ യുദ്ധം തുടങ്ങിയ സമയത്ത്. അതായത് തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രോണുകളും മിസൈൽ സംവിധാനങ്ങളും ഡ്രോൺ ടെക്നോളജിയും ഒക്കെ നൽകാം എന്നുള്ളൊരു വാഗ്ദാനമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഡ്രോൺ ടെക്നോളജിയും അതുപോലെ ഉക്രൈൻ്റെ സ്വന്തമായിട്ട് നിർമ്മിച്ച ഡ്രോണുകളും അതുപോലെ നാറ്റോയുടെ ഒരു വലിയൊരു കരുത്തും കൊണ്ടുപോയി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതായത് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹം കൂടെ വ്ളാഡിമിർ സെലൻസ്കി കൂടി ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ പശ്ചിമേഷ്യയിലെ വലിയ ഒരു യുദ്ധമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇറാൻ എന്ന് പറയുന്ന, പക്ഷേ ചർച്ചയിലൂടെ ഒരു പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ലെന്ന് ഇത്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ആ രാജ്യം തീറ്റി വളർത്തുന്ന തീവ്രവാദ സംഘടനകളും നമ്മൾ നോക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ചാവേറുകളാണ്, ചാകാൻ തയ്യാറായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ്. അപ്പോൾ
അങ്ങനെയുള്ളവരോട് സമാധാനം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു സംശയം. അതായത് ഓക്കെ, ജീവനിൽ കൊതിയുള്ള ഒരു വ്യക്തിയോട് ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് സമാധാനത്തിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഓക്കെ, അവൻ ചിലപ്പോൾ അടങ്ങിയേക്കാം. പക്ഷേ അതിന് തയ്യാറാകാതെ കൊല്ലാനും ചാകാനും തയ്യാറായിട്ട് ഇറങ്ങുന്ന ഒരു കൂട്ടത്തിൻ്റെ അടുത്ത് എന്ത് സമാധാനമാണ് പറയേണ്ടത്? അവർ ഇന്നൊന്ന് അടങ്ങിയെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും തലപൊക്കാനുള്ള സാധ്യതയില്ല എന്ന് എന്തർത്ഥത്തിലാണ് പറയാൻ സാധിക്കുക? അപ്പോൾ അത് അമേരിക്കയ്ക്ക് ഇസ്രായേലിന് വ്യക്തമായിട്ട് അറിയാം. ഇതുവരെയുള്ള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന് അത് വ്യക്തമായിട്ട് അറിയാമെന്ന കാര്യമാണ്. പക്ഷെ ഉക്രൈൻ്റെയും റഷ്യയുടെയും വിഷയം അതല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും യുദ്ധങ്ങളൊക്കെ പര്യവസാനിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത്. ഒരുപക്ഷെ ഈ ഒരു ചർച്ചയോടുകൂടി, ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടി ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും യുദ്ധങ്ങൾ വേണ്ട, അല്ലെങ്കിൽ യുദ്ധങ്ങളല്ല ലോകത്തിന് ആവശ്യമുള്ളത്, സമാധാനം തന്നെയാണ്. ഒരുപാട് നിരപരാധികളുടെ കണ്ണുനീരിന് ഈ കൂടിക്കാഴ്ചയോടുകൂടി ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.